എനിക്കിന്ന് രണ്ടാലൊരു തീരുമാനം അറിയണം. എന്റെ കല്യാണത്തിന് ബാപ്പ സമ്മതിക്കുമോ ഇല്ലയോ എന്ന്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു സുക്കൂറ ഞാൻ. എനിക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ ശുദ്ധഭാഷയിൽ ഇങ്ങനെ ചോദിച്ചോണ്ടൊന്നും എന്റെ സമ്മതം കിട്ടൂല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം ഒരു 100 വട്ടെങ്കിലും എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഒരു വട്ടം കൂടി പറഞ്ഞു തരാം. ഒരു പണിയും ചെയ്യാതെ തെക്ക് വടക്കണ് നടക്കണേ അതിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണേ അങ്ങനെ സുക്കൂറേ. കുപ്പാവും പാൻറ്റിൻ്റെ ഉള്ളിലാക്കി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് രാവിലെ പുരേന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. അന്തി പാതിരമ്മ കയറി വരിക. അന്റെ പെണ്ണുങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും കൺമശി ഇടാനും ഞാൻ അയച്ചുകൊണ്ട് വരിക. എങ്ങനെയുണ്ട്? അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കണ്ടെന്നാണോ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പെണ്ണ് കെട്ടണോ വേണ്ടെന്ന് ഓരോ വാപ്പാട് തീരുമാനിച്ചോളും. എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം നോക്കിയാൽ മതി. അവനക്ക് പെണ്ണ് കെട്ടണമെന്നുണ്ടോ? ഒരു കൊല്ലം ഈ പുരയിലെ ചെലവ് നടത്തി ഇതൊരാണാണ് തെളിയിക്ക്. പിറ്റേ മാസം 1-ാം തീയതി എൻ്റെ കല്യാണ. അല്ല, സ്ത്രീധനത്തിന്റെ പൈസ കിട്ടിയിട്ട് ഒരു കൊല്ലം ചെലവ് നടത്തിയാൽ മതിയാവോ? അതിന് ഞാൻ മറുപടി പറഞ്ഞാലേ കുറച്ച് ഏറി പോവും. പണിയില്ലെന്നും പറഞ്ഞ് പെണ്ണെട്ടാതിരിക്കാൻ പറ്റില്ല. എന്റെ ചങ്ങാതിമാർക്കൊക്കെ 2-3 കുട്ടികളായി. അതിനെ പറ്റി ബേജാറാണ്ട. അതൊക്കെ എൻ്റെ ചങ്ങായിമാർ തന്നെ നോക്കിക്കോളും. ഒരു പുതിയ തലമുറ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങളെ സമ്മതത്തിന് ഇനി ഞാൻ കാത്തു നിൽക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരും ഞാൻ. വാപ്പാന്റെ കുട്ടി ഒന്നവിടെ മുട്ടുത്തി നിന്നാ. എന്തിനാ? നിക്ക്. ഈ ബാപ്പാന്റെ ഒരു കാര്യം, ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. ഇതിലൊന്ന് വട്ടത്തിൽ നടന്നാ. ഇങ്ങനെ നടക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെ നടക്കാൻ കഴിയൂലേ? എന്നാ അതിലൊന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാ. മുറ്റത്തേക്ക് ഇറങ്ങാൻ തീരെ കഴിയൂലല്ലേ? ബാപ്പാന്റെ കുട്ടി എന്താ പറഞ്ഞ്? എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നില്ലേ? അങ്ങനെ കെട്ടിക്കൊണ്ടുവന്നാല് ഈ പോരന്റെ അകത്ത് ഈ കോലത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എന്റെ 2 കാലും ഞാൻ വെട്ടുന്നു. ബാപ്പേ, നിങ്ങൾക്ക് എന്താ ഈ കാക്കാന്റെ കല്യാണം നടത്തി കൊടുത്താല്? അഞ്ചനൊരുത്തന് ഇവിടെ പോര നിറഞ്ഞു നിൽക്കുന്നുള്ള ഒരു വിചാരം ചെയ്യും വാപ്പാക്ക്? അന്തിവാദനങ്ങൾ വരല്ലോ. എനിക്ക് കെട്ടിച്ചേരാൻ നല്ലോണം പെണ്ണിനെ. പെണ്ണിട്ടാനായിട്ട് പറഞ്ഞ ജാതിയോട് എനിക്ക് പെണ്ണിട്ടാനാടാ. അമ്മതുട്ടിയെ, അന്റെ മകനെന്താ കൊറ്റൻകുട്ടീനെ കൂട് പറഞ്ഞിട്ട് അതിൽ കുന്തിരി എടുത്ത് പായണേ? പള്ളം പറഞ്ഞിട്ടുള്ള തകരാറ് ബറ്റ് കുത്തുക. അമ്മതുട്ടിയെ ഇരിക്ക്, ഒന്ന് പറയട്ടെ. പിന്നെ ചുരുക്കി പറയാം, 30-35 കൊല്ലായിക്കാണ് ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. 100 കണക്കിന് കല്യാണവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലോ എൻ്റെ മകൻ ഈ സുക്കൂറിനെ കൊണ്ട് ഒരു സ്വൈര്യവും എനിക്ക് കിട്ടണില്ല. മനുഷ്യന് ഒരു സ്വൈര്യവും കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ കാട്ടുക? പെണ്ണൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സുക്കൂർ അവിടക്ക് എവിടക്ക ഈ മുങ്ങണേ? കാണുമ്പോ അവൻ ഒരൊറ്റ വർത്താനുള്ളൂ, പെണ്ണെട്ടണം എന്ന്. ഓനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. എങ്ങോട്ട് ഇറങ്ങിയാലും ഇവന്റെ മുമ്പ് ചെന്നിട്ടാ ചാടുക. ഇന്നാളെ അന്തിപ്പാതിരാക്ക് വാതിൽക്ക് വന്ന് മുട്ടിയ ഒച്ച കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോ ഇവനാ. അപ്പോഴും ഓന് പറയാനുള്ളത് പെണ്ണെട്ട. ഈ എന്താ മുതര ഇവന് തിന്നാൻ കൊടുക്കല്? ഏതായാലും മനുഷ്യന്റെ ഒരു സ്വൈര്യം വേണല്ലോ. അതുകൊണ്ട് ഇവനൊരു പെണ്ണിനെ ഞാൻ കണ്ട് ശരിയാക്കിയിട്ടുണ്ട്. പെണ്ണിന് തിന്നാനും കൊടുക്കാനും കൂടി ഇജ്ജ് കൊണ്ടുവരുമോ? ആ കാര്യത്തിൽ ഇജ്ജ് ബേജാറാകണ്ട. ഈ പെണ്ണിനും ആണിനും തിന്നാൻ കൊടുക്കണ്ട, പോരെ? മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുക്കൂറ് താമസിക്കുന്നത് പെണ്ണിന്റെ വീട്ടിലാ. ഓന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഓര് നോക്കിക്കോളും. പെണ്ണിന്റെ പുര നിർത്തിയേ സംഗതി എനിക്ക് 100 വട്ടം സമ്മതാ. പക്ഷെ അങ്ങനെ നടക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമല്ല. നേരിട്ട് കേട്ടാ വിശ്വാസം വരൂലേ? അടിക്കുന്നുണ്ട്. ഹലോ, ഇത് ഞാനാണ്, മരക്കാരാണ്. ഞമ്മളെ ഇന്നലെ പറഞ്ഞ കല്യാണോലോചന ഉണ്ടല്ലോ, അതായിട്ട് ഉറപ്പിക്കല്ലേ?
തട്ടും പുറത്ത് മമ്മദുട്ടിയാക്കാന്റെ ആ ചെറുക്കന്റെ പണിക്കൊന്നും പോവാതെ ഓ തന്നെ. അനക്ക് എന്തിനാ കേടാ മരക്കാരെ? ഈ ഏത് കൊത്താഴ്ത്തേരനാ? ഒരു പണിക്കും പോവാതെ വഴന്ന് നടക്കണ ആ കാട്ടുകുരങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്താലും പോരാ, പിന്നെ ഓൻ എന്റെ പുരയിൽ നിർത്തി തീറ്റി പോറ്റാൻ മാത്രമുള്ള അന്തക്കേട് എനിക്കുണ്ടെന്ന് വിചാരിച്ചോ ഈ? തീരെ തച്ചോറില്ല എനിക്ക്. ഓ കൂളിംഗ് ഗ്ലാസ് വെച്ച ആ കാട്ടുകുരങ്ങന്റെ മാതിരി ഒന്നും അല്ല. ഓൻ ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ച് നാട്ടുകുരങ്ങായിട്ടും വലിയ കാര്യമൊന്നുമല്ല. ഓൻ തന്നെയല്ലേ മുതലേ. ഓനെ നമുക്ക് ശരിയാക്കി എടുക്കാന്ന്. എന്നാൽ ഈ ഒരു കാര്യം ചെയ്യ്, ഓൻ അങ്ങോട്ട് ശരിയാക്കി നിർത്ത്. അനക്കുണ്ടല്ലോ കെട്ടിക്കാതെ മൂത്ത് നിരച്ചെടുക്കണ ഒരു മകള്, ഓളെ പിടിച്ച് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്ക്. എന്നാ പിന്നെ ഞാനെന്നാട്ടെ. സുക്കൂറെ ഇപ്പറഞ്ഞോന്നു ഈ കാര്യാക്കണ്ട. ഈ കല്യാണത്തിന് ഇറങ്ങിക്കോ. അനക്കൊരു പെണ്ണിനെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പോ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ഇനി കല്യാണത്തിന് ഒരുങ്ങാമല്ലോ അല്ലേ? ഇതിന് അധികം ഒന്നും ഒരുങ്ങാനില്ല. കൊറേ നേരായാലും ഒരു ഒച്ചയും പാടയും. ആരാ വന്നത്? അന്റെ വെള്ളിയപ്പ ചാലവർത്ത കുട്ടിയായിന് എന്താ ചോണ്ടപ്പെട്ട് പോണോ? എന്നിട്ട് മൂപ്പനെന്താ കേറാതെ പോയത്? നേർന്നല്ലേ കൂടെ തരും ഞാൻ. പെണ്ണ് കെട്ടാൻ പീറ കാട്ടി നടക്കണ 2 മക്കളാണല്ലോ കരിന്തള്ള എനിക്ക് ഉള്ളത്. പോയിക്കൊച്ചിന്റെ മുന്നിൽ നിങ്ങളെ വിത്തല്ലേ? പോകണ്ട ജി, എന്നോട് വാങ്ങും ജി. ഉമ്മ, ഞാനൊരുത്തൻ ഈ വീട്ടിലുണ്ടെന്ന് ഉമ്മാക്കെങ്കിലും ഓർത്തൂടെ? അത് ഈ ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ വീട്ടിലും ഉമ്മ മക്കളെ കല്യാണക്കാര്യത്തിൽ താല്പര്യം എടുക്കാറ്. ഇതിപ്പോ ഈ വീട്ടിലെ ഉമ്മയും ബാപ്പയും ഒരുപോലായിപ്പോയി. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും പല പ്രാവശ്യം ആഗ്രഹിച്ചതാ. എന്നാലേ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കൊണ്ടുള്ളൂ. എന്റെ കല്യാണക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ബാപ്പാക്കുമായിരിക്കും. ഇതേപോലെ കടന്നലിന്റെ കുത്തുണ്ടായിരിക്കണ്. നക്കാനൊന്നും കിട്ടിയില്ലെന്ന്. പൊരയിലെ പണി മുഴുവൻ എടുത്ത് എനിക്ക് നീറ്റ് നടക്കാൻ വയ്യാണ്ടായി. അവിടുത്തെ കട്ടില് പോയി കടന്നോ. ഞാനിവിടെ കിടന്നാലേ നിങ്ങൾക്ക് നേരത്തിന് വെള്ളം ചൂടാക്കി തരാൻ ആരാ? വെള്ളം ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം. നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. 4 നേരം ഉരുട്ടി മിണുങ്ങാനുള്ള കാര്യ. വെള്ളം ഉരുട്ടി മിണുങ്ങണത് നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല. ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ ഇന്നെ കൊണ്ടാവൂലാന്ന്. എന്നാലേ പൊരത്തെ പണിയെടുക്കാനാണെങ്കിൽ എന്റെ വെള്ളിയാപ്പ ചാലവർത്ത കുട്ടിരായിനോട് ഇവിടെ വരാൻ പറയും. ഞാനൊരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ കേക്കൂ? കേൾക്കാതിരിക്കണ്ട, ചെവി പൊട്ടിട്ടൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറയാ. വീട്ടിലേക്ക് ഒരാളെ കൂടി കിട്ടിയ എന്റെ എല്ലാ സൂക്കേടും മാറും. പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയില്ല. എന്നോടല്ലേ വേറൊരാളും കൂടി. നിങ്ങൾ ചൂടാവുന്ന കരുതിയിട്ടാ ഞാൻ കാര്യം പറയാത്തത്. ഈ കാര്യം എന്താ വെച്ചാ പറയും. എനിക്ക് മണികണ്ഠന്റെ മാതിരി എന്റെ ചുറ്റും അങ്ങനെ മൂളി നടക്കാൻ കഴിയൂല. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യ. ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസ. നിങ്ങൾ എന്തേലും ഒന്ന് പറയും. പെണ്ണ് കെട്ടണേന് എനിക്ക് തർക്കടൊന്നുമില്ല. പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോര് കാണിച്ചെന്ന് പറഞ്ഞ് എന്റെ മനസമാധാനം കഴിഞ്ഞാൽ 2 എണ്ണത്തിന് ഞാൻ കൊല്ലും. ഒരു പോരും ഉണ്ടാവൂല. എന്റെ മരുവളെ ഞാൻ പൊന്നു പോലെ നോക്കും. മാപ്പന്റെ 2ാം പെണ്ണിനെ മരുവള് നല്ല വിളിക്കല്. മാപ്പിളന്റെ 2ാം പെണ്ണോ? അതല്ല ഇപ്പൊ ഇതേ പറഞ്ഞത്. ഞാനൊരു പെണ്ണും കൂടി കെട്ടണമെന്ന്. അയ്യടാ, വയസ്സ് കുറച്ച് തന്നേന്റെ ഒരു പൂതി. ഞാൻ സുക്കൂറിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത്. ഇപ്പൊ കൊള്ളൂരോട് സുക്കൂറിന്റെ കല്യാണക്കാരി ഇനി വരുന്ന മുണ്ടിയാല്
അന്റെ പല്ലിന് മാത്രമല്ല നാവിനടക്കി ഞാൻ കമ്പിയിടും. പിന്നെ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇന്നങ്ങനെ ആരും പൂജപ്പിച്ചില്ലോ. ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരും ഓക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഇനി ഈ പൊരേന്ന് കല്യാണം മിണ്ടി പോരുത്.